ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, ഇന്നലെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ യാദൃശ്യമായിട്ട് എൻ്റെ കൺമുന്നിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ വിജയ് ടി വിയിൽ വിജയ് ടെലിവിഷൻ ഒരു നടത്തുന്ന ഒരു ഡാൻസ് പ്രോഗ്രാം. ഓക്കെ, ആ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ നടന്നൊരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ആക്ച്വലി അത്. അത് കണ്ടതിൽ പിന്നെ എൻ്റെ മനസ്സിൽ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും അതിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കില്ലേ. അതുപോലെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു സീൻ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടു പോവാതെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ ആലോചിച്ചു പോകും. ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ തന്നെ ആലോചിക്കും, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ തന്നെ ആലോചിക്കും. കാരണം നമുക്കറിയാം, ഈ ഒരു ലോകം എന്ന് പറയുന്നത് വളരെ സ്വാർത്ഥമായിട്ടുള്ള ഒരു ലോകമാണ്. അതിനകത്ത് ഈ രീതിക്കൊന്നും ബിഹേവ് ചെയ്യാൻ ആർക്കും കഴിയാറില്ല, ആരും ചെയ്യാറുമില്ല. എല്ലാവരും സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ആളുകളാണ്. അതിൻ്റെ ഇടയിൽ ഇത്രത്തോളം ചെയ്യാനുള്ള ഒരു മനസ്സ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ വളരെ അത്ഭുതം തോന്നും. ആ ഇൻസിഡന്റ് ആക്ച്വലി ഇങ്ങനെയാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. நான் இவ்வளோ தூரம் அங்கே உக்காந்துட்டு நான் அவ்வளோ ஹாப்பியாக இருந்தேன். நான் எங்கள் அம்மா கால் பண்ணி சொல்லணும். நான் 2 வருஷமா எங்கள் அம்மா ஆகுது நான் நேரில் பார்த்து நான் எங்கள் அம்மா சொல்லிட்டு இருந்தேன், கண்டிப்பாம்மா நான் ஆடுவேன், நீங்கள் வருவீங்க 2 வருஷம் கழிச்சு நான் பார்க்க ஸ்டேஜில் வருவீங்கன்னு சொல்லி நான் நேற்று அவ்வளோ பேசியிருந்தேன். நான் கால் பண்ணி சொல்லணும்னு அவ்வளோ சந்தோஷமாக அங்கே உட்காந்துருக்கும் போது இந்த டிசிஷன் தான் கொஞ்சம் கஷ்டமாக இருக்குது, வேற ஒன்றும் இல்லை. மாஸ்டர், மேடம் நீங்கள் ஒரு பர்மிஷன் கொடுத்தா நான் ஒரு வார்த்தை சொல்லலான் இருக்கேன். சொல்கிறேன். ஃபேமிலிக்கு நான் என்ன பதில் சொல்லுவேன் அப்படின்னாரு, எனக்கு அந்த ஃபேமிலி இல்லை. நான் மனசார நீங்கள் எல்லாரும் என்ன தப்பாக நினச்சாலும் பரவாயில்ல, என்னோட சான்ஸ் அவர் கொடுக்குறீங்களா நான் மனசார கேட்குறேன் சார். ആ ഒരു കാര്യം പറയാനുള്ള ആ ഒരു മനസ്സിലെ അത് അങ്ങനെ എല്ലാവർക്കും കിട്ടണം എന്നില്ല. നമ്മുടെ ചാൻസ് ഒഴിവാക്കിയിട്ട് മറ്റൊരാൾക്ക് ആ ഒരു ചാൻസ് കൊടുക്കാനുള്ള ആ ഒരു മനസ്സൊന്നും ആരും അങ്ങനെ കാണിക്കാറില്ല. ആക്ച്വലി ഇവിടെ നമുക്ക് 2 പേരുടെ ഇമോഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരാൾക്ക് തൻ്റെ അമ്മ താൻ കളിക്കുന്ന ഡാൻസ് കാണണം എന്നാഗ്രഹിച്ച ഒരാളുടെ വിഷമം അല്ലെങ്കിൽ വേദന, അതുപോലെ മറ്റൊരാൾക്ക് താൻ കളിക്കുന്ന ഡാൻസ് അങ്ങനെ കാണാൻ കൂടി ആരുമില്ല എന്നുള്ള ആ ഒരു വിഷമം. രണ്ടും ആക്ച്വലി വളരെ അധികം വേദനിപ്പിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അത്. ഇത് കണ്ടതിൽ പിന്നെ മനസ്സിന്ന് ആ ഒരു സീന് പോകുന്നില്ല. അത് ഐ വോണ്ട് ടു ഷെയർ വിത്ത് യു. ആ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ദാറ്റ് ബോയ് ഏൺഡ് മൈ റെസ്പെക്ട്. ഇതുപോലെയുള്ള മനസ്സുള്ള ആളുകളെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ റയർ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്ത് ആ ഒരു രീതിക്ക് പറയാനുള്ള ആ ഒരു മനസ്സ് കാണിച്ച ആ ഒരു വ്യക്തിക്ക് ബിഗ് സല്യൂട്ട്. അത്രേ ഉള്ളൂ. ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുള്ളത് തോന്നി. വേറെ വലുതായിട്ടൊന്നുമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗുഡ് ഡേ. ടേക്ക് കെയർ. ബൈ.